ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 4 അതീന്ദ്രിയ ജ്ഞാനം. ശ്ലോകം 1. ശ്രീ ഭഗവാനുവാച: ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാൻമനവേ പ്രാഹ മനുരിക്ഷ്വാകവേ ബ്രവീത്. വിവർത്തനം. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, സനാതനമായ ഈ യോഗത്തെ പണ്ട് ഞാൻ സൂര്യദേവനായ വിവസ്വാൻ ഉപദേശിച്ചു. വിവസ്വാൻ മനുഷ്യവംശ പിതാവായ മനുവിനും മനു ഇക്ഷ്വാകുവിനും ഉപദേശിച്ചു. ഭാവാർത്ഥം: സൂര്യഗ്രഹം മുതൽ എല്ലാ ഗ്രഹങ്ങളെയും ഭരിച്ചു പോരുന്ന രാജവംശജർക്കായി ഭഗവത്ഗീത ഉപദേശിക്കപ്പെട്ടു. അതിപുരാതന കാലം മുതൽക്കുള്ള അതിൻ്റെ ചരിത്രം ഇവിടെ വിവരിക്കുന്നു. എല്ലാ ഗ്രഹങ്ങളിലെയും ഭരണകർത്താക്കളായ രാജാക്കന്മാർ ഗ്രഹനിവാസികളുടെ സംരക്ഷണത്തിനും അവരെ കാമത്തിൽ നിന്നും ഭൗതിക ബന്ധങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതിനും ആയിക്കൊണ്ട് ഭഗവത്ഗീതാശാസ്ത്രം അറിയേണ്ടിയിരിക്കുന്നു. ഭഗവാനുമായി ശാശ്വത ബന്ധം പുലർത്തിക്കൊണ്ട് ആധ്യാത്മിക ജ്ഞാനം വളർത്തിയെടുക്കാനുള്ളതാണ് മനുഷ്യജീവിതം. എല്ലാ ഗ്രഹങ്ങളുടെയും രാജ്യങ്ങളുടെയും ഭരണാധികാരികൾ വിദ്യാഭ്യാസം, സംസ്കാരം, ഭക്തി എന്നിവയിലൂടെ പ്രജകൾക്ക് ഈ ജ്ഞാനം പകർന്നു കൊടുക്കാൻ ചുമതലപ്പെട്ടവരാണ്. ജനങ്ങൾക്ക് ഈ മഹത്തായ ശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ മനുഷ്യജന്മം യഥാവസരം ഉപയോഗപ്പെടുത്തി ജീവിത വിജയം കൈവരിക്കാം. ഈ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ കൃഷ്ണാവബോധം പ്രചരിപ്പിക്കാൻ എല്ലാ ഭരണകർത്താക്കൾക്കും ബാധ്യതയുണ്ട്. ഈ മന്വന്തരത്തിലെ സൂര്യദേവൻ വിവസ്വാൻ എന്നറിയപ്പെടുന്നു. അദ്ദേഹം സൂര്യഗോള ചക്രവർത്തിയാണ്. സൂര്യനാണ് ഈ സൗരയൂഥത്തിൽപ്പെട്ട സർവഗ്രഹങ്ങളുടെയും ഉദ്ഭവസ്ഥാനം. ബ്രഹ്മസംഹിത പ്രസ്താവിക്കുന്നു: യച്ചക്ഷുരേഷ സവിതാ സകല ഗ്രഹാണാം രാജാ സമസ്ത സുരമൂർത്തിരശേഷ തേജാഃ യസ്യാജ്ഞയാ ഭ്രമതി സംഭൃത കാലചക്രോ ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. ബ്രഹ്മദേവൻ പറഞ്ഞു, ആരുടെ ആജ്ഞയാൽ സൂര്യദേവൻ വിനയാന്വിതനായി ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നുവോ, സവിതാവ് ആരുടെ കണ്ണാകുന്നുവോ, ആരുടെ ആജ്ഞാനുസാരം ആ സർവഗ്രഹാധിപതി അമേയ തേജസ്വിയും പ്രഭാവശാലിയുമായി വർത്തിക്കുന്നുവോ, ആദിപുരുഷനായ ആ ഭഗവാൻ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു. ഗ്രഹങ്ങളുടെ അധിപനാണ് സൂര്യൻ. സൂര്യദേവനാണ് സൗരഗ്രഹ മണ്ഡലത്തെ ഭരിക്കുന്നത്. ഇപ്പോഴത്തെ സൂര്യദേവൻ വിവസ്വാൻ ആകുന്നു. ഈ സൗരഗ്രഹം ചൂടും വെളിച്ചവും നൽകി മറ്റു ഗ്രഹങ്ങളെ ഭരിക്കുന്നു. കൃഷ്ണന്റെ ആജ്ഞയനുസരിച്ചാണ് സൂര്യന്റെ ഈ ഭ്രമണം. ഭഗവാൻ ഗീതാശാസ്ത്രം ഉപദേശിക്കാനായി വിവസ്വാനെ തന്റെ പ്രഥമ ശിഷ്യനായി സ്വീകരിച്ചു. ഭഗവത്ഗീത നിസാരനായൊരു ഭൗതിക വിദ്യാർത്ഥിക്കു വേണ്ടി ചമച്ച ഊഹപ്രബന്ധമല്ല. സ്മരണാതീത കാലം മുതൽക്കേ മനുഷ്യന് കൈവന്നിട്ടുള്ള ഒരു വിശിഷ്ട ഗ്രന്ഥമാണത്. മഹാഭാരതം ശാന്തിപർവത്തിൽ 348, 51, 52 ഗീതയുടെ ചരിത്രം വിവരിക്കുന്നു. ത്രേതായുഗാദൗ ച തതോ വിവസ്വാൻ മനവേ ദദൗ മനുഷ്യലോകവൃദ്ധ്യർത്ഥം സുധായേക്ഷ്വാകവേ ദദൗ ഇക്ഷ്വാകുണാ ച കഥിതോ വ്യാപ്യലോകാനവസ്ഥിതാഃ. ഭഗവാനുമായുള്ള ബന്ധത്തിൻ്റെ ഈ ശാസ്ത്രം ത്രേതായുഗാരംഭത്തിൽ വിവസ്വാൻ മനുവിന് നൽകി. മനുഷ്യവംശ പിതാവായ മനു സുപുത്രനായ ഇക്ഷ്വാകുവിനും അത് ഉപദേശിച്ചു. ഭൗമഗ്രഹത്തിൻ്റെ രാജാവും ശ്രീരാമചന്ദ്രൻ പിറന്ന രഘുവംശത്തിൻ്റെ പൂർവികനുമായിരുന്നു ഇക്ഷ്വാകു. അങ്ങനെ ഇക്ഷ്വാകു മഹാരാജാവിൻ്റെ കാലം മുതൽക്കേ ഭഗവത്ഗീത മനുഷ്യ സമൂഹത്തിൽ നിലനിൽക്കുന്നു. 4,32,000 വർഷങ്ങളടങ്ങിയ കലിയുഗത്തിൽ 5000 വർഷങ്ങൾ പിന്നിട്ടു കഴിഞ്ഞു. ഇതിനു മുമ്പ് 8 ലക്ഷം വർഷങ്ങളടങ്ങിയ ദ്വാപരയുഗവും അതിനു മുമ്പ് 12 ലക്ഷം വർഷങ്ങളടങ്ങിയ ത്രേതായുഗവും കഴിഞ്ഞുപോയി. അപ്പോൾ മനു തൻ്റെ
പുത്രനും ശിഷ്യനുമായ ഇക്ഷ്വാകുവിന്, അന്ന് ഭൂലോകം ഭരിച്ചിരുന്ന രാജാവിന് ഗീതോപദേശം ചെയ്തത് ഏതാണ്ട് 20,50,000 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോഴുള്ള മനുവിൻ്റെ വാഴ്ചക്കാലം 30,53,00,000 വർഷങ്ങളാണെന്നും അതിൽ 12,04,00,000 വർഷങ്ങൾ കഴിഞ്ഞു പോയിരിക്കുകയാണെന്നും കണക്കാക്കിയിരിക്കുന്നു. ഭഗവാൻ തൻ്റെ ശിഷ്യനായ വിവസ്വാന് ഗീത ഉപദേശിച്ചത് മനു ജനിക്കുന്നതിന് മുമ്പാണെന്ന് കരുതുന്ന പക്ഷം ആ സംഭവം കുറഞ്ഞത് 12,04,00,000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നിരിക്കണം. അങ്ങനെ ഭഗവത്ഗീത മനുഷ്യലോകത്തിൽ 2 ദശലക്ഷം സംവത്സരങ്ങളായി നിലനിന്നു പോരുന്നു. 5000 വർഷങ്ങൾക്ക് മുൻപ് ഭഗവാൻ അത് വീണ്ടും അർജുനന് ഉപദേശിച്ചു. ഭഗവത്ഗീതയെയും ഗീതോപദേഷ്ടാവായ ശ്രീകൃഷ്ണ ഭഗവാനെയും പ്രമാണമാക്കി നോക്കുമ്പോൾ അതിൻ്റെ ചരിത്രം ഏതാണ്ടിങ്ങനെയാണ്. വിവസ്വാൻ എന്ന സൂര്യദേവൻ സ്വയം ക്ഷത്രിയനായതുകൊണ്ടും സൂര്യകുലജാതരായ ക്ഷത്രിയരുടെ ആദിപിതാവായതുകൊണ്ടുമാണ് ഭഗവത്ഗീത വിവസ്വാന് ഉപദേശിക്കപ്പെട്ടത്. ഭഗവാൻ ഉപദേശിച്ചതുകൊണ്ട് ഗീത വേദങ്ങളെപ്പോലെ വിശിഷ്ടമാണ്, അപൗരുഷേയമാണ്, മനുഷ്യകൃതമല്ലാത്തത്. വേദനിർദ്ദേശങ്ങളെ മാനുഷിക വ്യാഖ്യാനങ്ങൾ കൂടാതെ അംഗീകരിക്കുന്നത് പോലെ ഗീതയും ഭൗതിക വ്യാഖ്യാനം കൂടാതെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ഭൗതികവാദികൾ തങ്ങളുടെ വഴിക്ക് ഗീതയെ വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ ഭഗവത്ഗീതയുടെ സത്ത അതിലില്ല. ശിഷ്യപരമ്പര പ്രകാരം കൈവന്ന ഗീത അതേപടി സ്വീകരിക്കണം. ഇവിടെ വിവരിക്കപ്പെട്ട പോലെ ഗീത ശ്രീ ഭഗവാൻ സൂര്യദേവനും സൂര്യൻ മനുവിനും മനു ഇക്ഷ്വാകുവിനും തുടർന്ന് ഉപദേശിക്കുന്നതായി വിവരിക്കപ്പെടുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.